കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിൽ വീഴ്ചയില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വാദം. എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണുവിന് ചികിത്സ വൈകിയെന്ന് കുടുംബം ആവർത്തിക്കുകയാണ്. വേണുവിന്റെ ഭാര്യ സിന്ധു മീഡിയ വണിനൊപ്പം ചേരുകയാണ്. വേണുവിന്റെ ഭാര്യ സിന്ധു തന്നെയാണ് മീഡിയ വണിനൊപ്പം ചേരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ശ്രീമതി സിന്ധു, ഇതിൽ ചികിത്സാ പിഴവ് ഉണ്ട് എന്ന് എങ്ങനെയാണ് തോന്നിയത്? ഈ ഒരു ഓഡിയോ വേണുവിൻ്റെതായി പുറത്ത് വന്നല്ലോ, അപ്പോൾ മാത്രമാണോ അല്ലെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾക്ക് തോന്നിയിരുന്നോ അങ്ങനെ? ചികിത്സാ പിഴവ് ഉണ്ടെന്ന് വേണുവിന് ഈ വീഡിയോ ക്ലിപ്പ് ഇടാൻ ഞാൻ അറിഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടെന്നുള്ള 100% ഉറപ്പാണ്. കാരണം നമ്മൾ ഈ കൊല്ലത്തിന് റെഫർ ചെയ്തുകൊണ്ട് പോയപ്പോഴും ആ ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ പേഷ്യൻറ്റിൻ്റെ നില ക്രിട്ടിക്കലാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കുക എന്ന് പറഞ്ഞാണ് നമ്മളെ റെഫർ ചെയ്യുന്നത് അങ്ങോട്ട് ആണല്ലോ. ഞങ്ങൾ കൃത്യം 8 മണിക്ക് തന്നെ ഞങ്ങൾ കാഷ്വാലിറ്റി, ടൈം എനിക്കറിയത്തില്ല, കാഷ്വാലിറ്റിയിൽ ചെന്നു. കാഷ്വാലിറ്റിയിൽ നിന്ന് ഡോക്ടേഴ്സിനെ കണ്ടു. ഞങ്ങളെ അവർ വാർഡ് 28 വിട്ടത്. അറ്റാക്ക് വന്ന ഒരു പേഷ്യന്റ് അവർക്ക് തീർച്ചയായിട്ടും 28ാമത്തെ വാർഡിൽ വിടാം, കാർഡിയോയുടെ വാർഡിലേക്ക് അവർക്ക് നേരത്തെ വിടാമായിരുന്നു. അവർ അത് ചെയ്തില്ല. അതേപോലെ തിങ്കളാഴ്ച വന്ന് ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് പറഞ്ഞു ബുധനാഴ്ച നമുക്ക് ആൻജിയോഗ്രാം നടത്താമെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച എക്കോ എടുത്തിട്ട് ബുധനാഴ്ച രാവിലെ ആൻജിയോഗ്രാം നടത്താമെന്ന് പറഞ്ഞു. ഈ സെയിം ഡോക്ടർ തന്നെ വന്നിട്ട് ചൊവ്വാഴ്ചയും പറഞ്ഞു അച്ഛൻ വിഷമിക്കേണ്ട, നാളെ അച്ഛന് ആൻജിയോഗ്രാം ഉണ്ട്, ഇന്ന് വൈകിട്ട് എക്കോ എടുക്കാം. വന്ന് ആൻജിയോഗ്രാമിന്റെ ലിസ്റ്റ് വന്നപ്പം വേണുവിന്റെ പേരില്ല. ചോദിച്ചപ്പോഴും അറ്റൻഡർക്ക് അറിയില്ല. എന്നിട്ട് ഡോക്ടർ രാത്രി വന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് നേരത്തെ ബുക്ക് ചെയ്ത പേഷ്യൻസ് എല്ലാം ആൻജിയോഗ്രാമിന് എത്തിയിട്ടുണ്ട്. ഇൻ കേസ് ഒരു പേഷ്യന്റ് ഇല്ലെങ്കിൽ, ഇതേ വേർഡാണ് പറഞ്ഞത്, ഇൻ കേസ് ഒരു പേഷ്യന്റ് ഇല്ലെങ്കിൽ അച്ഛന് ആൻജിയോഗ്രാം ചെയ്യാമെന്ന് ഞങ്ങൾ കരുതി. അതാണോ ഒരു ക്രിട്ടിക്കലായ പേഷ്യന്റിനോട് പറയാനുള്ള മറുപടി അവർക്ക്? എന്തുകൊണ്ട് അത് അവർ ചിന്തിച്ചില്ല? എന്നിട്ട് എക്കോ എടുത്തില്ല, ചൊവ്വാഴ്ച എക്കോ എടുത്തില്ല. ചൊവ്വാഴ്ച രാത്രി നല്ല തലവേദന കൊണ്ട് സിസ്റ്ററെ കാണുന്നു. സിസ്റ്റർ അമർഷത്തോട് പറയുന്നു ഇവിടെ ഡോക്ടർ ഇല്ല, ഞങ്ങൾക്ക് ടാബ്ലറ്റ് തരാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ വീണ്ടും പുള്ളിക്കാരന് തലവേദന, വീണ്ടും അവിടെ നിന്ന് ഒരു ഡോക്ടറെ പോയി കാണുന്നു. കേസ് ഷീറ്റ് കൊടുത്തപ്പോഴും ആ ഡോക്ടറുടെ പ്രതികരണമാണ്, ഞാൻ നോക്കുന്ന പേഷ്യന്റ് അല്ല ഇത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏതൊരു MBBS പഠിപ്പിക്കുന്ന ഒരു ഡോക്ടർക്കും അറിയാം തലവേദനയ്ക്ക് ഏതൊരു ടാബ്ലറ്റാണ് കൊടുക്കേണ്ടത്. നമ്മളായാലും സാധാരണക്കാരായാലും ഒരു തലവേദന ഡോളോ അല്ല പാരസെറ്റമോളോ കഴിക്കും. എന്തുകൊണ്ട് ആ ഒരു ഡോക്ടർ ചെയ്തില്ല? അത് ഡോക്ടറിന്റെ അനാസ്ഥയല്ലേ? അതുപോലെ തന്നെ എന്നിട്ട് ഞാൻ വീണ്ടും ICUലോട് എന്നിട്ട് ഞാൻ സിസ്റ്ററോട് ചെന്നു. സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു തലവേദന, നിങ്ങൾ എന്നിട്ട് MICU 2 കാർഡിയോയിൽ ചെന്നിട്ട് തിരക്കാൻ പറഞ്ഞു ഡോക്ടർ. ഞാൻ അവിടെ ചെന്ന് നോക്ക് ചെയ്യുന്നു. എന്റെ മോളാണ് തട്ടി വിളിക്കുന്നത്. തട്ടി വിളിച്ചപ്പോൾ സിസ്റ്റർ വന്നിട്ട് അമർഷത്തോട് പറയുന്നു ICUയിൽ ഇങ്ങനെ അങ്ങ് വന്ന് തട്ടാൻ പറ്റത്തില്ല എന്ന്. എന്നിട്ട് അവള് പറഞ്ഞു എന്റെ അച്ഛന് തീരെ വയ്യ, ഒരു ഡോക്ടറെ പറഞ്ഞു വിട്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് പുറത്തൊരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ വിളിക്കാൻ പറയുന്നത്. ആ നമ്പറിൽ ഞാൻ അവിടെ നിന്ന് ഒരു പേനിൽ എന്റെ കയ്യിൽ നമ്പർ എഴുതി കൊണ്ടുപോയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. വിളിച്ചപ്പോൾ അവർ ICUവിലെ ഡോക്ടേഴ്സിന് പുറത്തോട്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ നമ്പറിലാണ് ഞാൻ വിളിക്കുന്നത്, എന്റെ ഹസ്ബൻഡ് തലവേദന സഹിക്കാൻ വയ്യ. എന്നിട്ട് ഉടനെ അവർ പേര് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ബെഡ് നമ്പർ, വയസ്സ് എല്ലാം ചോദിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് 10 മിനിറ്റായിട്ട് അവിടെ ഡോക്ടർ എത്തിയിട്ടില്ല. നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. എന്തുകൊണ്ട് 10 മിനിറ്റായിട്ട് ഡോക്ടർ വന്നു? വീണ്ടും ഞാൻ ആ മനുഷ്യന്റെ വേദന ഉണ്ടോ ഞാൻ വീണ്ടും വിളിച്ചപ്പോഴും ആ ഡോക്ടർ വീണ്ടും ICU ആണ്, ആരാ വിളിക്കുന്നത്? അന്നേരം ഞാൻ നേരത്തെ നിങ്ങളെ വിളിച്ച ഒരു ബൈസ്റ്റാൻഡറാണ് വിളിക്കുന്നത്, എന്റെ ഹസ്ബൻഡ് തീരെ വയ്യ. അന്നേരം എന്നിട്ടും ഇത് ICU ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. ഒരു ജീവൻ വെച്ചാൽ നിങ്ങൾ കളിക്കുന്നതെന്ന് ആലോചിച്ചോണം, എന്നെ പെട്ടെന്നില്ല ഞാൻ ഇവിടെ കിടന്ന് മരിക്കും എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഒരു ഡോക്ടർ ഓടി വരുന്നു, കേസ് ഷീറ്റ് എടുത്ത് വായിച്ചിട്ട് പറയുന്നു നേരത്തെ സ്ട്രോക്ക് വന്നല്ലേ, അതിന്റെ തലവേദന ആയിരിക്കും. തലേന്ന് വന്ന ഡോക്ടർ പറഞ്ഞു അറ്റാക്ക് വന്നാൽ ആ ഒരു പേഷ്യന്റ് തലവേദന ഉണ്ടാകാമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഒരു ടാബ്ലറ്റ് മാറ്റാം, ആ ടാബ്ലറ്റ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലവേദന മാറാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് രാത്രിയിൽ വന്ന ICUലെ ഡോക്ടർ പറയുന്നു നേരത്തെ സ്ട്രോക്ക് വന്നല്ലേ, അതിന്റെ ഫലമായിരിക്കും തലവേദന. നെപ്രോക്സിൻ ടാബ്ലറ്റ് കൊടുക്കുന്നു, നെപ്രോക്സിൻ ടാബ്ലറ്റ്. എന്നിട്ട് ഓക്കെ ഇവിടെ ഇരുന്നോ, ഞാൻ സിസ്റ്ററോട് പറഞ്ഞ ടാബ്ലറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ഈ ഡോക്ടറിന്റെ പുറകെ ഞാൻ പോകുമ്പം അവിടെ ചെന്നിട്ട് സിസ്റ്ററോട് പറയുന്നത് നെപ്രോക്സിൻ കൊടുക്കാൻ. സിസ്റ്റർ പറയുന്നത് നെപ്രോക്സിൻ ഇവിടെ ഇല്ല, എന്നാലൊരു കാര്യം ചെയ്യും പാരസെറ്റമോൾ 650 കൊടുക്കുക. അന്നേരം സിസ്റ്റർ പറഞ്ഞ 650 ഇല്ല, ഒരു ഇതും ഇല്ലാത്തപ്പം എന്നാ ഒരു കാര്യം ചെയ്യും പാരസെറ്റമോൾ 500 കൊടുക്കുക എന്നാണ് ആ ഡോക്ടർ. അങ്ങനെ ഓരോ ഓപ്ഷനിലെ മറ്റേത് തിരഞ്ഞെടുക്കാൻ അവിടെ അങ്ങ് പറയുക. ഞാനൊരു തലവേദന, എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാണ്, എന്റെ കയ്യിൽ നെപ്രോക്സിൻ ഉണ്ട്, ഞാൻ മോളോട് പറഞ്ഞു ഇപ്പോൾ എടുത്തോണ്ട് പോവാ എന്ന് പറഞ്ഞ് മോൾ എടുത്തോണ്ട് വന്ന് ഈ ഡോക്ടർ നടന്നപ്പോൾ ഞാൻ പുറയിൽ ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞു സാർ അവിടെ നിൽക്കുക.
സാറ് പറയും നെപ്രോക്സിൻ ടാബ്ലറ്റ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇത് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ നെപ്രോക്സിൻ ഉണ്ടോ? ആ ഡോക്ടർ ആ ടാബ്ലറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പോലും നോക്കില്ല, ദൂരെ നോക്കിയിട്ട് നെപ്രോക്സിൻ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ കൊടുത്തോ എന്ന് പറഞ്ഞ ഡോക്ടർ കൂളായിട്ട് നടന്നു പോയാണ് ചെയ്തത്. അവിടെ ജീവൻ എന്ത് വിലയാണ് അവരവിടെ കൽപ്പിച്ചത്? ഒരു ഗുളിക ഇല്ലെങ്കിൽ അടുത്ത ഗുളിക കൊടുത്തോ എന്നും പറഞ്ഞിട്ട് അങ്ങ് പോയേക്കോ. ഇങ്ങനെയല്ല ഒരു ഡോക്ടർ വേണ്ടത്. അതായത് ശ്രീമതി സിന്ധു ഒരു വേദന സംഹാരി മാത്രമാണ് നൽകിയിരിക്കുന്നത് അല്ലേ? അതായത് വേണുവിനെ അഡ്മിറ്റ് ചെയ്ത ശേഷം അവർക്ക് എന്ത് ചികിത്സയാണ് നൽകിയിട്ട്? ഈ വേദന സംഹാരി അല്ലാതെ എന്തെങ്കിലും ചികിത്സ നൽകിയിരുന്നു? വേദന സംഹാരി അല്ലാതെ അവർ കൊടുത്തെന്ന് പറഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു മരുന്ന്, അത് ഞാൻ പുറത്തുനിന്നാണ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത്. ഒരു ബോട്ടിലുള്ളത് ഇഞ്ചക്ഷന് വേണ്ടിയിട്ടുള്ള മരുന്ന്, അല്ലാതെ വേറെ ഒന്നും അവരവിടെ ചെയ്തിട്ടില്ല. പിന്നെ അവർ ചെയ്തത് ഷുഗർ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് മറ്റേ ഇൻസുലിൻ എടുക്കുമായിരുന്നു, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അവിടെ. പിന്നെ BP-യുടെയും അതിൻ്റെ ഗുളികയൊക്കെ തന്നു, BP, ഷുഗർ, അതിൻ്റെ ടാബ്ലറ്റ്സ്. കാരണം എൻ്റെ കയ്യിൽ പുള്ളിക്കാരൻ കഴിക്കുന്ന ടാബ്ലറ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചും പറയും ഇതൊന്നും കൊടുക്കണ്ട, ഞങ്ങളുടെ കയ്യിലുള്ള ടാബ്ലറ്റ് ഇത് തന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. എന്ത് അസുഖമായിട്ടാണ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത്? എന്നിട്ടും ചൊവ്വാഴ്ച എടുക്കാന്ന് പറഞ്ഞ എക്കോ അറ്റാക്ക് ആയിട്ട്. അതെ, അപ്പൊ സ്വാഭാവികമായും ആൻജിയോഗ്രാം ചെയ്യണം. അറ്റാക്ക് 1.6 ആയിരുന്നു.